പറഞ്ഞ നേരത്തെ തന്നെ ഞാൻ ചെടി അനച്ചില്ല. ക്ലീൻ ചെയ്യണേ. അപ്പൊ ഉമ്മാക്ക് ഞാന് ഉള്ളിന്റെ ഒക്കെ എന്തായാലും കുടുംബവിളക്ക് പൊറോട്ട ആണല്ലോ. ഇവിടെ ചെറിയൊരു കുഞ്ഞു ബേബിനെ ഉറക്കാൻ വേണ്ടിട്ട് പോവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ഫാമിലി വ്ളോഗൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈവനിങ് ഇവിടെ കുറച്ച് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ച ഐറ്റംസാണ് പഴംപൊരിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഗസ്റ്റ് ആരാന്നൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം അവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്ത ആളുകളാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. പോവാട്ടോ റേക്കാക്ക് എന്റെ ചെടി നനക്കാൻ എനിക്കൊരു മുട്ടം പണിയിട്ടിട്ട് ഇപ്പൊ വിളിച്ചു പറഞ്ഞു. കാരണം ഹെഡ്ലൈറ്റ് ഒക്കെ ഇട്ട് പോവാണ് കേട്ടോ. നിങ്ങൾ വരുന്നുണ്ട് എന്നോട് ടൂർ പോവല്ല. പക്ഷെ ഞാൻ സാധാരണ ചെയ്യാത്ത കാര്യമാണ്. പക്ഷെ എനിക്കിപ്പോ വിളിച്ചു പറഞ്ഞു എന്ത് എന്നാ ചെടി നനക്കോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നനക്കണോ ചോദിച്ചപ്പോ ഇന്ന് നനക്കണം ചെയ്യാന്ന്. അപ്പൊ ഉമ്മാനെയും കൂട്ടിക്കോ പറഞ്ഞു. അപ്പൊ ഇനി ഉമ്മ പാവല്ല, ഉമ്മ ചെടികളൊക്കെ നിങ്ങള് അടുക്കള വരണം. ഞാന് ചെടികളൊക്കെ അല്ലമ്മ ഞാൻ എന്റെ വീട്ടിൽ കോട്ടമ്മ പറ്റൂല. ചോദിച്ചാ മാത്രം അമ്മക്കൊരു ടെൻഷൻ വരില്ല. ഇപ്പല്ലേ അമ്മ പ്രായം കൂടുന്തോറും എന്താ യുവത്വം പ്രായമാകും തോറും ഉമ്മ എന്താ 16ക്ക് 17ക്ക് ഇങ്ങനെ വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. നമുക്ക് ഫേഷ്യൽ ചെയ്യണ്ട, ചുളിവൊക്കെ നിർത്തണ്ടേ. ചെടി എനിക്ക് വേണ്ടിട്ട് പോവാണ്. ഇക്കാന്റെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട്, കാരണം പാമ്പിന്റെ പേടിച്ചിട്ട് പോവാട്ടോ. സുഖം കേട്ടോ. ഇക്കത് ഏതൊരു സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പൊ നമുക്കിതാ ഏതിടത്തും പോയി നടക്കാട്ടോ. ഈ ഒരു സംഭവം തലയിൽ വെച്ചാല് സാധാരണ ഇതൊക്കെ ഇക്കാണ് കേട്ടോ നനക്കല്. പക്ഷെ ഇന്നെന്താ അറിയില്ല, എനിക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം വന്നിട്ട് ഇവിടെ ഇന്ന് കളി തുടങ്ങുന്നുണ്ട്. എല്ലായിടത്തും ഇപ്പൊ സീസണാണല്ലോ ഫുട്ബോളിന്റെ. അപ്പൊ ഇവിടെ ഇന്ന് ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. അപ്പോ ഇക്കാക്ക് അങ്ങോട്ട് പോകാനായിരിക്കും അല്ലമ്മ. കളി കാണാൻ പോകാനായിരിക്കും. ചെടി അനിച്ച ടൈം കിട്ടൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്നോട് അറിഞ്ഞെങ്കിൽ ഇന്ന് നനക്കുന്നതാണ്. പാവല്ലേ എന്നും ഇക്കല്ലേ നനക്കല്. നമ്മളിങ്ങനെ ഇടയ്ക്ക് നിന്നോടുക്കാന്ന് ചെയ്താണല്ലോ. അപ്പോൾ ഒരു മാസം വരെ ഉണ്ടാവും കളി. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് ആണ്. ഇന്ന് ആരൊക്കെ വരുന്നുണ്ട് ഗസ്റ്റ് ആയിട്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഫാമിലി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ എന്നും 12 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് കേട്ടോ വീഡിയോ ഉണ്ടാറ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോസ് വാച്ച് ചെയ്യുമെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവുന്ന വീഡിയോസുകൾ നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. എന്തായാലും നമ്മളെ ഫാമിലിയിലെ ഓരോ കാര്യങ്ങളായിരിക്കും നമ്മൾ ഓരോ വീഡിയോയിലായിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഇവിടുത്തെ ചെടിയെല്ലാം നനയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാരണം സാധാരണ ഇക്കാൻ്റെ ഷോപ്പിൽ നിന്ന് വന്നതിന് ശേഷം നൈറ്റിൽ ഇക്ക 8:45 വീട്ടിൽ വരാറ്. അതിന് ശേഷം വന്നതിന് ശേഷം അകത്തേക്കൂടി കയറാതെ ഇത് നനച്ചു കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ എന്നോട് നനപ്പിക്കലൊന്നുമില്ല. ഇന്ന് ഇവിടെ കളി നടക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു പണി തന്നിട്ടുള്ളത്. എനിക്ക് ഈ സംഭവം നനച്ചു കൊടുക്കുക ഭയങ്കര ദേഷ്യമുള്ള സംഭവം. കാരണം ഈ പൈപ്പിൽ കുറച്ച് വെള്ളമേ വരുള്ളൂ. അതിങ്ങനെ ഒരു ഭാഗത്ത് തന്നെ പിടിച്ചിരിക്കണ്ടേ. അപ്പോൾ പിന്നെ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നാൽ അതും കുറച്ച് റിസ്ക് ആണല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഭാഗത്തേക്ക് ഇതിന് വരലില്ല. ഇക്കയാണ് ചെടീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കല്. ഇക്കാക്ക് ഞാൻ ചെടി അവിടെ നിന്നൊക്കെ വാങ്ങിച്ച് കൊണ്ടു കൊടുക്കാറുണ്ട്. ഇക്ക അത് നോക്കൂട്ടോ. കാരണം ഇക്കാക്ക് ചെടി നനക്കുക, അതിലെ ചെടീൻ്റെ കൃഷി അങ്ങനത്തെ സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇതൊരു ടൈം പാസ് മാത്രമാണ്, അല്ലാതെ ഇത് മാത്രമല്ല കേട്ടോ ജോബ്. ഇക്കാക്ക് കൊണ്ടോട്ട് ഷോപ്പിലാണ്, ഹാർഡ്വെയറും അങ്ങനെ ഇലക്ട്രിക്കൽ ഷോപ്പിലാണ്. അപ്പോൾ കൊണ്ടോട്ടിയിലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫ്രീ ടൈമോ അല്ലെങ്കിൽ സൺഡേ ഒക്കെ നമ്മൾ വീട്ടിലിങ്ങനെ ചടഞ്ഞിരിക്കണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരം പോക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സൈഡായിട്ടുള്ള സംഭവമാണ്. പിന്നെ നമ്മളെ വീട് കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ. ഏതൊരു ഓല വീടാണെങ്കിലും ആ ഒരു വീട്ടിൽ കുറച്ച് പൂക്കളും അതുപോലെ ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു വീടിൻ്റെ അത് നമുക്ക് ഈ ഒരു ചെടിയിലൂടെ ഭയങ്കര രസമായിട്ട് തോന്നും.
കാരണം ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടിത്തോട്ടം ചെടിയൊക്കെ. പിന്നെ എന്താണെന്നറിയില്ല, ഒരു ചടപ്പ് കുടുങ്ങിയതാണ്. എന്താണെന്നൊന്നും അറിയില്ല. ഇവിടെ സത്യം പറഞ്ഞാൽ ഒരുപാട് ചെടി ഉണ്ടായിരുന്നു. ഗൾഫിലായ ടൈമിലൊക്കെ ഞാൻ തന്നെ ആയിരുന്നു കേട്ടോ നോക്കി നടത്തിയതും കൊണ്ട് കുഴിച്ചിടലൊക്കെ. അപ്പോൾ പിന്നെന്തോ അറിയില്ല, എന്തോ ചടപ്പ് കുടുങ്ങിയതാണ്. അപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കസിൻ്റെ ഇലയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു ഇലയുണ്ട്, അതും ഡയറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നൊരു ലീഫാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണെന്നറിയില്ല, പെട്ടെന്ന് നമ്മൾ കണ്ടാൽ നമ്മൾ മല്ലിച്ചപ്പാന്നേ തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആ ഒരു സൈഡിലേക്കൊക്കെ നനച്ച് ക്ലീൻ ചെയ്ത് എടുക്കണം. നിങ്ങളെന്താ നേരത്തെ തന്നെ? ഞാൻ ചെടി നനച്ചില്ല. നനച്ചിട്ടില്ല, പോയി നോക്കി. ഞാൻ നനച്ചിട്ടില്ല. എന്താ പരിപാടിയോ? നേരത്തെ തന്നെയാണല്ലോ. പന്തലിക്ക് പോകാനേക്കാരോ? പന്തല് എവിടെ ഉണ്ടാക്കിയടാ? ചാടിയാനേ എടാ പന്തല് സൺഡേ ഉണ്ടാവുക. ഞാൻ പറഞ്ഞു സൺഡേ ഉണ്ടാ. എന്താ തഞ്ചിയില് എപ്പഴാ കളി തുടങ്ങിയേക്ക? കളി എപ്പഴാ തുടങ്ങ? ചായ എന്ത് വെള്ളം കുടിച്ചിട്ട് പോയിക്കോളിപ്പ. അപ്പം നമ്മള് ഇന്ന് നൈറ്റിലൊരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കുക. പെട്ടെന്നുള്ള പരിപാടി കേട്ടോ. അമ്മ മരോള് ഒരുങ്ങി കിട്ടിയോനൊരു സംഭവം കൊണ്ടുവന്നതാ. എത്ര മണിക്കറിയോ? 9 മണി 8:45 ഒരു സംഭവം കൊണ്ടുവന്നതാണ്. ചെമ്മീൻ. അപ്പൊ ഞാനും ഉമ്മയും മത്സരത്തോടെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇക്കാക്ക് എന്താ പറയാ ഇപ്പൊ തന്നെ വേണം പറഞ്ഞപ്പോ ഞാനും ഉമ്മ ഇപ്പൊ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ. രണ്ടാളും ഭയങ്കര സ്പീഡിൽ ഉണ്ടാക്കണം. ഉമ്മ ഇവിടെ പണിയെടുപ്പിച്ച മക്കളെ 2 മടിച്ചലാണ്. ഒപ്പം നിന്ന് ഇപ്പൊ തന്നെ ഉണ്ടാക്കി. ഇവിടെ ചെമ്മീൻ ക്ലീൻ ചെയ്യണേ. അപ്പൊ ഉമ്മാക്ക് ഞാന് ഉള്ളിന്തൊക്കെ കട്ട് ചെയ്ത് കൊടുക്കും. സ്പെഷ്യലിസ്റ്റാണ്. അപ്പൊ ഉമ്മാക്ക് ഇതൊക്കെ സ്പെഷ്യലാണ്. അപ്പൊ ഇക്ക അവിടെ വെയിറ്റ് ചെയ്യ എന്ന് തന്നെ വേണം എന്നാണ്. അപ്പൊ നമ്മൾ രണ്ടാൾ ഉണ്ടാക്കി കൊടുക്കാറില്ലേ? ഇമ്മാന്റെ സീരിയൽ കഴിഞ്ഞോണ്ട് ഇത് റെഡി ആവും. അല്ലെങ്കിൽ സീരിയൽ ടൈമിൽ എന്തായാലും കിട്ടൂല. ഏത് കുടുംബവിളക്ക് നേരെ ഫ്രിഡ്ജിൽ കയറ്റി 2 ദിവസം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. ചൂടോടെ നിന്ന് പഠിപ്പിച്ചാണ്. ഒരുങ്ങിയാ കഴിയൂ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഉള്ളി മാത്രമേ ഉള്ളൂ. അപ്പൊ നല്ല എന്താ ഫ്രഷ് വലിയ അത് ഫ്രൈ ആയ കുറഞ്ഞ കാര്യത്തില് പറയാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ആവും. കുറഞ്ഞതിലിട്ട് ഇപ്പൊ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി പച്ചമുളക് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉമ്മ പൊരിച്ചിട്ട് വെക്കാൻ വേണ്ടിട്ട് ചെമ്മീന് നല്ലോണം മസാല ഒക്കെ വെച്ച് പൊരിക്കാൻ വേണ്ടിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മള് സ്പെഷ്യലായിട്ട് ചെമ്മീൻ എന്താ ഉണ്ടാക്കുമ്പ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാണ്. അപ്പൊ ഉമ്മ അവിടെ എന്താ പറയാ ചെമ്മീന് നല്ല പൊരിക്കാൻ വേണ്ടിട്ട് സഹായിച്ച് കൂട്ടുന്നുണ്ട്. ആ നേരം കൊണ്ട് ഞാനിവിടെ മസാല ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾക്ക് രണ്ടാൾക്കും രാത്രി തന്നെ പണിയാണ്. ഈ മസാലകൾ ഇടാനല്ലേ? മസാല കഴിഞ്ഞ നല്ല ഫ്രൈ ചെയ്യണ്ടേ? നമ്മളെ ചെമ്മീൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇക്ക പുറത്ത് പോയതാണ്, പൊറോട്ട വാങ്ങിച്ചു കൊടുക്കാൻ പോയതാട്ടോ. പറയുമ്പോ ഇതൊരു പെട്ടെന്ന് നമ്മള് വിചാരിക്കാതെ ഉണ്ടായൊരു സംഭവം കേട്ടോ. കാരണം ഇക്ക കൊണ്ടുവന്ന് ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ രണ്ടാളും തന്നെ ഒരുങ്ങി പെട്ടെന്നായി. രണ്ടാളും പെട്ടെന്ന് ചെയ്തപ്പോ ഇതായി. ഉപ്പോ അല്ല എന്നാലും ചൂടറിയട്ടെ. വിളിക്കട്ടോ? ഇല്ല. ഉറപ്പാട്ടോ? ഉപ്പുണ്ട് ഉണ്ടല്ലേ? നല്ല ഇരുണ്ടമ്മ. ഇരുണ്ടോ? കുഴപ്പമില്ല. ഞമ്മ പൊറാട്ടയ്ക്ക് ഓക്കെ ആവും വിചാരിക്കുന്നു.
ഇല്ല നന്നായിക്കോട്ടെ. ഉപ്പുണ്ട് കേട്ടോ, ഉപ്പുണ്ട്. ഇവിടെ ചെറിയൊരു കുഞ്ഞു ബേബിനെ ഉറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഖൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ പാട്ട് പാടിയാൽ ഇവിടെ ഒരാൾ പെട്ടെന്ന് ഉറങ്ങും കേട്ടോ. ഉറങ്ങാനുള്ളൊരു പാട്ടെന്ന് പറയാം. ഉറങ്ങണില്ല. അപ്പൊ ഇന്ന് ഉറങ്ങണില്ല. മമ്മാന്റെ കുട്ടിയാണ്, മമ്മാന്റെ കുട്ടി. ഉറങ്ങിയാളെ ആ പോങ്ങിയാളെ. മാഫി കൽബി ഖൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പാടി കൊടുത്താൽ പെട്ടെന്ന് ഉറങ്ങട്ടോ ആള്. ഉറക്കട്ടെ കേട്ടോ, കാരണം നാളെ സ്കൂളിൽ പോകണ്ടേ. അപ്പം അതുകൊണ്ട് ഉറങ്ങിക്കട്ടോ. ഉറങ്ങിക്കോ, ടി വിക്കൊക്കെ ഇല്ല. അപ്പോൾ ഇക്കാക്കൊരാഗ്രഹം. അപ്പോൾ ഇക്ക കൊണ്ടോട്ടിന്ന് വന്ന ടൈമിൽ കൊണ്ടുവന്നതാണ് ചെമ്മീൻ. നല്ല ചെമ്മീൻ കണ്ടപ്പോൾ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ തന്നെ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതാണ്. ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്നല്ല, രണ്ടാളും ചെയ്തതുകൊണ്ട് തന്നെ വേഗം പണി കഴിഞ്ഞിട്ടോ. കാരണം നമ്മളെ വീട്ടിലെല്ലാവരും ഒരേ മൈൻഡുള്ളവരാണെങ്കിൽ നമ്മൾ വീട്ടുജോലിയൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ക്ലീൻ ചെയ്ത് പെട്ടെന്ന് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇക്ക പുറത്ത് പോയിട്ട് ഇതാ പൊറാട്ട കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പൊറാട്ട വാങ്ങിച്ചുകൊണ്ടിരാറുണ്ട്. ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ അയച്ചിട്ടില്ല. അപ്പോൾ അതന്ന് എല്ലാവരോടും നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. നമ്മൾ നൈറ്റ് ഫുഡൊക്കെ എല്ലാവരും ഒരുമിച്ചാണ് കഴിക്കൽ. ഉച്ചയ്ക്ക് വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ചാണ് ഫുഡൊക്കെ കഴിക്കാറ് കേട്ടോ. എല്ലാവരും തന്നെ ഉപ്പ, ഉമ്മ, ഇക്ക, ഞാൻ, ഹസുവിന് ഇന്ന് ഉറക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് എല്ലാവരോടും ഇരുന്ന് രസകരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കലാണ്. എല്ലാവരും ഉണ്ടാകുമ്പോൾ ഭയങ്കര രസം തന്നെ അല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഉമ്മ അതാ ഉച്ചക്കത്തെ മീനും കാര്യങ്ങളൊക്കെ ഇങ്ങ് കൊണ്ട് തരുന്നുണ്ട്. അപ്പോൾ അതാ ഫുഡൊക്കെ എല്ലാവരും കഴിച്ചതിന് ശേഷം എനിക്ക് നാളെ കൊടുക്കാൻ 2 വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാനുള്ള എല്ലാ ടൂൾസും ഒക്കെ വെക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് ഇതാ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. സേവ് ദ ഡേറ്റ് ക്രാഫ്റ്റ് വർക്ക് എന്നാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് 2 പാർട്ടിൻ്റെ ഉണ്ട്, 2 തീമാണ്. ഒന്ന് റെഡ് അതുപോലെ തന്നെ ഗ്രീൻ തീമുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ. ഇതെല്ലാം ഇനി ഇങ്ങനെ ഓരോന്ന് ഡിസൈൻ ആക്കി എടുക്കുന്ന ഭയങ്കര റിസ്ക് ഉള്ളൊരു സംഭവം കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാ 2 വർക്കാണ് ഉള്ളത്. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ആക്കി അവർക്ക് ഇന്ന് നൈറ്റിൽ തന്നെ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഓരോ ബിസിനസ്. ഞാൻ സൈഡായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ട് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുന്നൊരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ സൈഡ് ബിസിനസ്സാണ്. അപ്പോൾ സേവ് ദ ഡേറ്റ് മാഷാ അല്ലാഹ് കുഴപ്പമില്ലാതെ ഓർഡേഴ്സൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പം നിങ്ങളും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ 2 വർക്കിന് വേണ്ടിയിട്ടില്ല എല്ലാം സെറ്റാക്കി വെക്കണം. അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും വലിയ സിമ്പിൾ. നമ്മളൊരു വീഡിയോ കാണുമ്പോൾ ഇത് ഭയങ്കര എളുപ്പമാണെന്നൊക്കെ തോന്നും. പക്ഷെ അതിൻ്റെ ബാക്കിലുള്ള കുറേ റിസ്ക് ഉണ്ട്. അതൊക്കെ അറിയുമ്പോൾ നമുക്ക് വേണ്ടില്ലായിരുന്നു എന്നൊക്കെ തോന്നും കേട്ടോ. അത്രയും റിസ്ക് ആണ്. അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ബായ്.